രോഗിയായ ഭാര്യയെ ആംബുലൻസിൽ ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ എത്തിച്ച ഭർത്താവ് അക്രമാസക്തമായതിനെ തുടർന്ന് ആശുപത്രി ജീവനക്കാരും രോഗികളും കൂട്ടിരിപ്പുകാരും ഭയചകിതരായി. സംഭവം മോക്ക് ഡ്രില്ലാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ചിരി പടർന്നു. സൈറൺ മുഴക്കി ചീറിപ്പാഞ്ഞെത്തിയ ആംബുലൻസ് കടപ്പുറം വനിതാ ശിശു ആശുപത്രിയുടെ അത്യാഹിതത്തിലേക്ക് എത്തിയപ്പോൾ കേട്ടത് അത്യാസന്ന നിലയിലായ യുവതിയുടെ നിലവിളിയാണ്. ഒപ്പം ഉണ്ടായിരുന്നയാൾ ഭാര്യയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അക്രമാസക്തമായതോടെ കാര്യങ്ങൾ കൈവിട്ടു. പരിശോധിക്കാനെത്തിയ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും നേരെ തിരിഞ്ഞതോടെ ബഹളം നേരിയ സംഘർഷത്തിന് വഴിതെളിച്ചു. പോലീസ് എത്തി യുവാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതുവരെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ആശുപത്രി ജീവനക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയുവാനുള്ള പരിശീലനത്തിൻ്റെയും അവബോധത്തിൻ്റെയും ഭാഗമായി ഒരുക്കിയ കോഡ് ഗ്രേ മോക്ക് ഡ്രിൽ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പലരുടെയും മുഖത്ത് ചിരി പടർന്നു. വെള്ളിയാഴ്ച രാവിലെ 11:06 അത്യാഹിത വിഭാഗത്തിലേക്ക് യുവതിയെ എത്തിച്ചത്. ശ്വാസം കിട്ടാതെ പിടയുന്ന യുവതിയെ പരിശോധനാ മുറിയിലേക്ക് കയറ്റിയതോടെയാണ് സ്ഥിതിഗതികൾ മാറിമറിഞ്ഞത്. ബഹളം വച്ച ഭർത്താവ് പുറത്തിറങ്ങുവാൻ കൂട്ടാക്കിയില്ല. ഡോക്ടർമാരോടും ജീവനക്കാരോടും കയർത്ത് സംസാരിച്ച് ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചതോടെയാണ് കൂട്ടിരിപ്പുകാരും രോഗികളും ഞെട്ടിയത്. പിടിവലിയും ഉന്തും തള്ളുമായി അതിക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെ സെക്യൂരിറ്റി ജീവനക്കാർ ഓടിയെത്തിയെങ്കിലും വഴങ്ങിയില്ല. ഇതിനിടെ കസേരയെടുത്ത് ആക്രമിക്കുവാനും മുതിർന്നു. സൗത്ത് SI ആനന്ദിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി ബലം പ്രയോഗിച്ച് യുവാവിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. അപ്രതീക്ഷിത സംഭവത്തിന്റെ നേർക്കാഴ്ച ചിലർ മൊബൈലിലും പകർത്തുന്നുണ്ടായിരുന്നു. രോഗിയായും ഭർത്താവായും അഭിനയിച്ചത് ഇതേ ആശുപത്രിയിലെ ജീവനക്കാരായ ബിന്ദുമോളും സഫീറുമായിരുന്നു. സുരക്ഷാ സംവിധാനങ്ങളുടെ ദൗർബല്യങ്ങൾക്കിടെ ജീവൻ പൊലിഞ്ഞ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദനാദാസിന് നേരിടേണ്ടി വന്ന അതിക്രമം എങ്ങനെ തടയാമെന്ന അവബോധം കൂടിയായിരുന്നു പരിപാടി. അപ്രതീക്ഷിത അതിക്രമം ഉണ്ടായപ്പോൾ ആരോഗ്യപ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന കോഡ് ഗ്രേ സംവിധാനത്തിലൂടെ മുന്നറിയിപ്പും നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ജില്ലാ പോലീസിന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലയിൽ നടന്ന ആദ്യ മോക്ക് ഡ്രില്ലായിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP രവി സന്തോഷ്, J അനിൽകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി, ഡെപ്യൂട്ടി DMO ഡോക്ടർ M ആനന്ദ്, ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമ മോൾ, നഴ്സിംഗ് സൂപ്രണ്ട് KP ബീന, സ്പെഷ്യൽ ബ്രാഞ്ച് SIമാരായ ജോസ് V പ്രതാപൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ KJ വരുൺകുമാർ, JC വിനു, R സുജിത്ത്, സിവിൽ പോലീസ് ഓഫീസർ U അർജുൻ എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടർമാരെ